കൊച്ചിയിൽ IT ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടിയുടെ മൊഴിയെടുക്കാൻ പോലീസ്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ കാറിൽ നടിയുമുണ്ടായിരുന്നു. ബാറിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. കേസുമായി ബന്ധപ്പെട്ട് നോർത്ത് പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. SS ശരൺ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് SS ശരൺ. നടിക്ക് ഈ സംഘവുമായി എന്താണ് ബന്ധം? സുജയ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ പ്രമുഖ നടി ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന്റെ കാറിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടിയുടെ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവരെ 2 ദിവസമായി ബന്ധപ്പെടുന്നുണ്ട്, പക്ഷേ ഫോണിൽ കിട്ടുന്നില്ല. കിട്ടുന്ന പക്ഷം മൊഴിയെടുക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ്. അതായത് 15-ാം തീയതി മിനിഞ്ഞാന്ന് രാത്രിയാണ് സംഭവം ഉണ്ടാകുന്നത്. നോർത്തിലെ ഒരു ബാറിൽ വെച്ച് 2 സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുന്നു. അതാണ് പിന്നീട് IT ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ കലാശിച്ചത്. അതിൽ ഈ നടി ഉൾപ്പെട്ട സംഘം ആ ബാറിലേക്ക് എത്തുമ്പോൾ നേരത്തെ തന്നെ IT ജീവനക്കാരനായ യുവാവ് ഉൾപ്പെടുന്ന സംഘം അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ IT ജീവനക്കാരനായ യുവാവ് ഉൾപ്പെട്ട സംഘത്തിൽ ഒരു തായ്ലൻഡ് സ്വദേശിയായ യുവതി ഉണ്ടായിരുന്നു. ആ യുവതിയുമായിട്ട് ഈ മറ്റേ സംഘത്തിൽപ്പെട്ട ആളുകൾ അധിക സമയം സംസാരിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ തർക്കമുണ്ടായതിന് പുറമെ തന്നെ ആ തർക്കം പിന്നീട് ബാറിന് പുറത്തേക്ക് വ്യാപിക്കുന്നു. ബാറിന് പുറത്തു വെച്ച ബിയർ ബോട്ടിൽ വലിച്ചെറിയുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ കലാശിക്കുന്നു. അതിന് പിന്നാലെയാണ് ഈ IT ജീവനക്കാരനായ യുവാവിനെ ഈ നടി ഉൾപ്പെട്ട സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. കാറിലേക്ക് ബലാത്കാരമായി വലിച്ചു കയറ്റുന്നു. അതിനുശേഷം വെടിമറയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് യുവാവിനെ മർദ്ദിക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഈ നടി ഈ കാറിൽ ഉണ്ടായിരുന്നു, അതായത് തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് കാറിലുണ്ടായിരുന്നു. ആലുവയിലെത്തിയപ്പോഴേക്ക് നടി അവിടെ നിന്ന് ആ കാറിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഈ നടിയുടെ റോൾ എന്താണ്, ഈ കേസുമായി ബന്ധപ്പെട്ട നടിയുടെ റോൾ എന്താണെന്നുള്ളതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. അതിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ അവർക്കും അത്തരത്തിൽ ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെയും പ്രതിയാർക്കാനുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് നോർത്ത് പോലീസ് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ മൊഴിയെടുക്കലാണ്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കേൾക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് അവരുടെ റോള് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പ്രതികർക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നോർത്ത് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരാളുടെ സുഹൃത്താണ് ഈ നടി എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നടിയുടെ മൊഴിയെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവര് കൊച്ചിയിൽ തന്നെയല്ലേ താമസം ഈ നടി? ഇവർ എറണാകുളത്ത് തന്നെയാണ് ഉള്ളതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സുജയ. എന്തായാലും പോലീസ് പറയുന്നത് ഈ മിനിഞ്ഞാന്ന് രാത്രിയാണ് സംഭവം നടക്കുന്നത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വിവരം ലഭിക്കുമ്പോൾ നടി ആ കാറിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ക്രൈം അവിടെ ഒരു കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കൂടി അവിടെ ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മൊഴിയെടുക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെയൊക്കെ തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ ഫോണിൽ ലഭിച്ചിരുന്നില്ല. എന്തായാലും വൈകാതെ തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനായിട്ടുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 4 പേരാണ് ആ കാറിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഇനി നടിയുടെ സ്റ്റേറ്റ്മെന്റ് കൂടി എടുക്കേണ്ടതുള്ളത്. SS ശരണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.